റവയും പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കിഡ്ബു ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. പെട്ടെന്നൊരു സ്വീറ്റ്സ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ദാ ഓടിപ്പോയി ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ സ്വീറ്റ്സ് ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ നോൺ സ്റ്റിക്കിന്റെ ഒരു വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, നല്ലോണം തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം റവയാണോ എടുത്തത് അതിന്റെ ഇരട്ടി പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അരക്കപ്പ് റവ എടുത്തുകൊണ്ട് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പാലും കൂടി ചേർത്ത് റവയായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് ശരിക്കും നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതുവരെ ശരിക്കും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ മിക്സായി പാലും റവയൊക്കെ ശരിക്കും യോജിച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് ആറി എന്ന ചെറിയൊരു ചൂട് ഉണ്ടതാനും ഈ സമയത്ത് കൈവച്ച് നന്നായിട്ട് തന്നെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ ശരിക്കും ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു തുള്ളി ഓയിൽ കയ്യിലൊന്ന് പറ്റി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓയിലോ നെയ്യോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇതേപോലെ നല്ലോണം തന്നെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാവിന്റെ നേർപകുതി എടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പരത്തി കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ. അതിനുശേഷം നമ്മുടെ മാവിന്റെ പകുതി എടുത്ത് ഇതേപോലെ കൈവച്ച് നല്ലോണം ഒന്നും കൂടെ പരത്തിയതിന് ശേഷം ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പരത്തിയെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മളൊന്നും കൂടെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയും പൂരിയും ഒക്കെ പരത്തുന്ന അത്ര എളുപ്പത്തിൽ പരത്താൻ പറ്റില്ല കേട്ടോ, റവയല്ലേ, അതുകൊണ്ട് ചെറിയൊരു കട്ടി ഉണ്ടാവും. എന്നാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതേപോലെ കറക്റ്റ് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇതേപോലൊരു അടപ്പ് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുപ്പിയുടെ ഒക്കെ ഒരു അടപ്പുണ്ടാവുമല്ലോ, തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളത്. കണ്ടോ, എല്ലാം ഒരേ വലുപ്പത്തിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുഞ്ഞും പത്തിരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കൂടുതലില്ല, എന്നാൽ തീരെ അങ്ങോട്ട് കുറഞ്ഞ് നല്ലോണം നൈസായിട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇതേപോലെ പരത്തി കുട്ടി കുട്ടി പത്തിരിക്കുള്ള പോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ സ്വീറ്റ്സിന് വേണ്ടിയിട്ട്. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവേ. 1/4 കപ്പ് പഞ്ചസാര ഏകദേശം ഒരു കറക്റ്റ് അളവായിരിക്കും. ഇനി അത്രയാണ് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർക്കാം. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ മെൽറ്റായി ശരിക്കും ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട, നല്ലോണം തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്നും അലന്ന് വന്നാൽ മാത്രം മതി. ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ തീ ചൂടുണ്ടല്ലോ അതൊന്ന് ആറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ട് പരത്തി വെച്ചത്, അത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പിന്റെ വലിയ ചൂടൊന്ന് ആറി കിട്ടുകയും ചെയ്യും, എന്നാൽ ചെറിയൊരു ചൂട് ഉണ്ടാവുകയും ചെയ്യും. അതാണ് കറക്റ്റായിട്ട് വേണ്ടത്. തീരെ തണുത്തു പോവുകയും ചെയ്യരുത്, ഒരുപാട് ചൂട് ഉണ്ടാവാനും പാടില്ല. ഇതേപോലെ 2 വശമൊക്കെ കളറൊക്കെ ഒന്ന് മാറി റെഡിയായി കഴിയുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കോരിയെടുത്ത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ റവയുടെ കുഞ്ഞൻ പത്തിരി ചെറു ചൂടുള്ള നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് പഞ്ചസാരയായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് സ്വീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മുടെ റവയുടെ മിക്സ് ഒന്നും കൂടി പരത്തി ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് നേരമൊന്നും ഇതേപോലെ പഞ്ചസാരയിൽ മുക്കി വെക്കേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ആ സമയം കൊണ്ട് തന്നെ റവയിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി ശരിക്കും സ്വീറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപാട് നേരം ഇങ്ങനെ മുക്കി വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് അലന്ന് കുതിർന്നു പോവേ. അത്രയൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് അത്ര മാത്രം മതി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമ്മുടെ സിറപ്പിലേക്ക് ചേർത്ത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റി മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി സ്വീറ്റ് അല്ലേ. നമ്മുടെ പഞ്ചസാരയും അതേപോലെ തന്നെ പാലും റവയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വൈകിട്ട് ചായക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക.
അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി നമ്മുടെ സിറപ്പിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.